തെരുവ് നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന 50 ലക്ഷം പേരുടെ ഭീമഹർജിയിൽ അത്താണി സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവക കൂട്ടായ്മയും പങ്കുചേർന്നു. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു. വികാരി ഫാദർ ജോർജ് വിധേയത്തിൽ അത്താണി ഇടവകയിലെ ഒപ്പുശേഖരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ ഇത്രയും ഭംഗിയായി നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോസ് മാവേലി അവരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. അദ്ദേഹം നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അധികാരികളോട്, ഇത് ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും നിയമജ്ഞരോടും എല്ലാ ഈ സമൂഹത്തിൻ്റെ പേർക്ക് എൻ്റെ മുമ്പിൽ എനിക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്, തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളുണ്ടാക്കുകയോ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യണമെന്ന് അധികാരികളോട് ഞാൻ പ്രത്യേകം മനുഷ്യ സ്നേഹത്തെപ്രതി ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ വിധേയത്തിൽ ആവശ്യപ്പെട്ടു. റെസിഡന്റ് പ്രീസ്റ്റ് വർഗീസ് അസിൻ തൈപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. തെരുവുനായ വിമുക്ത ഭാരതം എന്നൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ 50 ലക്ഷം പേരുടെ ഒപ്പുശേഖരണമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെല്ലാവരും ഇപ്പോൾ എല്ലാ സ്ഥലത്തും തന്നെ ഭയങ്കര സ്വീകരണമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നിപ്പോൾ അസീസി ഇടവകയിലെ അത്താണിയിലുള്ള അസീസി ഇടവകയിലെ ആളുകളെല്ലാവരും തന്നെ ഒന്നടങ്കം ഇപ്പോൾ ഒപ്പിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ അച്ഛനടക്കം ഞങ്ങൾ സഹകരിക്കുകയാണ്. അങ്ങനെ നിരവധി പേരുടെ സഹകരണം കൊണ്ട് ഇതൊരു വലിയ വിപത്തായിരിക്കുകയാണ്. എന്താണ് വിപത്ത് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങാൻ ഭയങ്കര ഭയപ്പാടാണ്. പുറത്തിറങ്ങുമ്പോൾ തന്നെ തെരുവുനായ്ക്കൾ കടിച്ചു കയറുന്നു. കൊച്ചുമക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. നടന്ന് പോകാനേ പറ്റുന്നില്ല. അവിടെ ഇനി സഞ്ചരിക്കാവുന്ന കാറിൽ, അടച്ചിട്ട കാറിൽ മാത്രമേ പറ്റുള്ളൂ. ആ രീതിയിലായി തെരുവുനായ്ക്കൾ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ 10 ലക്ഷം തെരുവുനായ്ക്കൾ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും തെരുവുനായ്ക്കൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ സ്ഥിതി ഇത് തന്നെയാണ്. ഇതുകൊണ്ട് മൊത്തത്തിൽ കേരളമാകെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയാണ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ സാധാരണക്കാർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നുണ്ട്. കേരളത്തിലെ വനയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നും ജോസ് മാവേലി ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി 50 ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ച് ഭീമഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും മറ്റ് മതസ്ഥാപനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ജോസ് മാവേലി പറഞ്ഞു. പള്ളി ട്രസ്റ്റിമാരായ പീറ്റർ പാലേലിൽ, രാജേഷ് മാത്യു, പാരിഷ് കൗൺസിൽ വൈസ് ചെയർമാൻ ജോസ് കുടിയിരിപ്പിൽ, സിസ്റ്റർ റീസ, സിസ്റ്റർ റീന, സിസ്റ്റർ മിഷേൽ, ജോഷി വർഗീസ്, ജോസ് കെ എ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ആലുവ.